السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ഇർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു തആലರು പേടിച്ച് ജീവിക്കുന്ന ചൊಂತು സ്വന്തത്തെ മറക്കാಂಟೆ ഉടെ കൂടിട്ടുള്ളേ നിങ്ങൾക്കെല്ലാവരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു തആല തരത്തില് അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരും ആക്കി തീർക്കണം. സീറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ ഒരു ക്ലാസ്സിലെ 75ാമത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ കൂടെ ഒട്ടികയിರೋ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചെറുത്ത് നിപ്പാട്ടിയ വിഷയ ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയ ടിക്കറ് കഴിഞ്ഞ 74ാമത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ചെന്ന് വെച്ചു. ഞങ്ങൾ വീണ്ടും ഹിജറ 7ാമത്തെ വർഷത്തിലെ ടിക്കറ് ഖൈബർ യുദ്ധ നടക്കರೆ. ഖൈബർ യുദ്ധ ಯಹೂದಿಮಾರೊಟ್ಟಿಗೆ ಖೈಬರ್ಲಿಂದ ಯಹೂದಿಮಾರೊಟ್ಟಿಗೆ ಯುದ್ಧ ಇತ್ತು. മുസ്ലിമീങ്ങ വിജയിച്ചാറ്. അങ്ങനെ മുസ്ലിമീങ്ങ വിജയിച്ചിട്ടതിൽ പിന്നെ ആ യഹൂദിമാരൊട്ടിಗೆ നടന്ന ചെറിയ ഒരു ഒപ്പന്ത ഇന്ന്. ആ ഒപ്പന്തത്തെ അടിസ്ഥാനത്തില് യഹൂദിമാർ അവിടുമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊಂತು ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാലത്തോട് നിങ്ങളുടെ ഇക്കൊരു അതേപോലെ നിങ്ങൾക്കൂടെ കൃഷിയാക്ക അതിലെ പാതി ഭാഗ മുസ്ലിമീങ്ങക്ക് തരണു ചൊല്ല ആ ഒരു കരാർ അടിസ്ഥാനത്തില് യഹൂദിമാർ ആ ഖൈബറിലെ നിന്റാർ. അതേപോലെ ആ ഖൈബർ യുദ്ധത്തെ നടുലു ഞങ്ങ പാഠ പഠിക്കണായതും അതേപോലെ നാം ചൊല്ലുക വിട്ടുപോയതായ ഒരു സംഭവ ഖൈബർ യുദ്ധത്തെ നടുലു നടന്നതായിട്ട് ഞങ്ങൾക്ക് ഹദീസിൽ കാണാൻ സാധ്യം. അതായത് ഇമാം നസായി റഹ്മഹുല്ല അയാളുടെ സുനലുലും ഇമാം അൽബാനി റഹ്മഹുല്ല സഹീഹും ചൊന്നതായി ഹദീസ് നമുക്ക് കണ്ട്. അതായത് അന്ന റജുലൻ മിനൽ അഅറാബി ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫആമന ബിഹി വത്തബഅഹു. ആ ഖൈബർ യുദ്ധത്തെ നടുലു ഒരു ആറാബിയായ മനുഷ്യ ഒരാള് അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂತು ചൊಂತು, നബിയെ ഞാൻ നിങ്ങളിൽ വിശ്വസിക്കറ, അതേപോലെ ഞാൻ നിങ്ങളെ ഫോളോ ആക്കറ ചൊಂತು. അയാൾ എന്താക്ക് മുഅ്മിനാവും. സുമ്മ ഖാല പിന്നെ അയാൾ ചൊല്ലു ഉഹാജിറു മഅക, ഞാൻ നിങ്ങളൊട്ടിಗೆ ഹിജ്റ ബണ്ട ചൊಂತು. അയാള് അവിടെ ചൊല്ലു. അങ്ങനെ ആ ഖൈബർ യുദ്ധത്തെ നടുവിലേറ്റിക്കർ അയാൾ എന്താ അവിടെ ആ ആറാബിയായ മനുഷ്യ ഇസ്ലാം സ്വീകരിക്കരുത്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചിട്ട് അയാള് ആ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കര്. ഒരു കോട്ട എത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ ഞങ്ങൾ ഇതുക്ക് മുതൽ ചൊന്ന പോലെ ഒരു കോട്ട എത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയുള്ളി ആ യഹൂദിമാരിൽ നിന്ന് പിടിച്ചെടുത്തോള്ളി. അപ്പൊ യുദ്ധം ഇങ്ങനെ നിന്നിട്ടിക്കര സന്ദർഭത്തില് കിട്ടിയ ഗനീമത്ത് സ്വത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് സഹാബിറങ്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ആക്കിയിട്ട്. അങ്ങനെ സഹാബിറങ്ക് ഡിസ്ട്രിബ്യൂഷൻ ആക്കിയ സന്ദർഭത്തില് ഒരു ഓഹരി ഇയാൾക്കും, അതായത് പുതിയതായിട്ട് ഇസ്ലാം സ്വീകരിച്ച അറാബിയായ മനുഷ്യകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ട് സഹാബിറങ്ങൾ ചൊಂತು ഇത് അയാൾക്ക് നിങ്ങൾ കൊടുക്കണം ചൊಂತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഓഹരി അയാളുടെ സഹാബിറങ്ങളുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ സഹാബിറങ്ങ അയാൾ വന്നപ്പ അയാളിങ്ങനെ ആട് മേയ്ക്കൊക്കെ പോയിട്ടിരുത്ത്. അങ്ങനെ അയാളുടെ ആടുമായിട്ട് റിട്ടേൺ വന്നപ്പ സഹാബിറങ്ങ എന്താക്കിയാറ് അയാളുടെ ഗനീമത്ത് സ്വത്തു അയാളുടെ കയ്യിൽ കൊടുത്താർ. അപ്പൊ ആറാബിയായ മനുഷ്യ ഫഖാല മാ ഹാദ, അയാൾക്ക് ഇതെന്തിരി ഖാലു. അപ്പൊ സഹാബിറങ്ങ ചൊന്നാറ് ഖസമുൻ ഖസമഹു ലക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്ത് സ്വത്ത് നിങ്ങൾക്കായിട്ട് അതിലെ ഒരു ഓഹരി നിങ്ങൾക്ക് തന്നിരേ ചൊಂತು സഹാബിറങ്ങ ചൊന്നാർ. ഫഅഖദഹു ഫജാഅ ബിഹി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആറാബിയായ മനുഷ്യ ആ ഗനീമത്ത് സ്വത്ത് എടുത്തോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പോയിട്ട് ഫഖാല, അയാൾ നബിലോട്ട് പോയിട്ട് ചൊಂತು മാ ഹാദ, ഇതെന്തിര നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊಂತು ഖസംതുഹു ലക, ഇത് ഗനീമത്ത് സ്വത്തിൽ നിന്ന് നിക്ക് ഒരു ഭാഗ ഞാൻ ഇക്കയിട്ട് തന്നതേറ്റിക്കറ്. അപ്പൊ ആ മനുഷ്യ ചൊല്ലറേ മാ അല ഹാദ ഇത്തബഅതുക, നബിയെ നിങ്ങളെ ഇത് കൈട്ടല്ല ഞാൻ ഫോളോ ആക്കറേ. അതായത് ഈ ഗനീമത്ത് സ്വത്ത് കിട്ടണം ചൊല്ല ഉദ്ദേശത്തിലല്ല ഞാൻ നിങ്ങളെ ഫോളോ ആക്കിരേ, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരേ. വലാകിൻ ഇത്തബഅതുക അല അൻ ഉർമിയ ഇല ഹാഉന,
ನಾನು ಇಸ್ಲಾಂ ಸ್ವೀಕರಿಸಿದೆ ಎಂದಕ್ಕೆ ಚೊಂದೆಂಗೆ ನಂದದ ಈ ಕಲ್ತ್ರೊಡೆಗೆ ಅಯಾಳು ಅಶಾರ ಇಲ ಹಲ್ಕಿಹಿ ಬಿಸಹಮಿ ಅಯಾಳಿಗಿನ ಕಲ್ತಿಗಿನ കൈകാട്ടി ചൊന്തു നന്റെ ഈ കൽത്രൗടെഗ് പില്ലുപാട് വന്ന് തറച്ചിട്ട് ഫഅമൂതു നാ മറിച്ചിട്ട് ഫഅദ്ഖലൽ ജന്ന നക്ക് സ്വർഗത്തിക്ക് പോണു ചൊല്ലെ ഉദ്ദേശത്തിലേറ്റിക്കത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരെ അല്ലാണ്ട് ഗനീമത്ത് സ്വത്തുകെന്നും ആശപ്പെട്ടിട്ടല്ല ചൊന്തു ആ മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചൊല്ലുന്നു. അപ്പൊ അയാളുടെ ആ ഒരു മനസ്സിലെ ഉദ്ദേശം, അയാളുടെ ആ മനസ്സിലെ നീയത്ത് എത്രമാത്ര ഷഹീദാവുന്നു ചെന്ന് ഇന്ത് ചൊല്ലത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധ്യത. അയാൾ ഇങ്ങനെ കൽത്തുക്ക് കൈകാട്ടി ചൊല്ലേ നന്റെ ഊടെക്ക് വന്ന് എന്താക്കുന്നു ബില്ലുപാണ് തറിക്കും, നാ മരിക്കണു, നാൻ സ്വർഗത്തുക്ക് പോകും. അങ്ങനെ ഇതായിട്ട് പിന്നെ നെക്സ്റ്റ് ക്വാർട്ട് ഇങ്ങനെ എടുക്കേ ആ പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ യുദ്ധം പിന്നൊക്കെ സ്റ്റാർട്ട് ആവും. ആ യുദ്ധമായിട്ട് യഹൂദിമാരോട്ടിക്ക് യുദ്ധമായിട്ട് ആ യുദ്ധത്തില് യുദ്ധമായിട്ട് നിന്നിട്ടായി പിന്നെ ആ യുദ്ധം ആയിട്ട് അതിൽ പിന്നെ തെല്ലേറെ വാപ്പസ് അവിടെ ഗ്യാപ്പ് കിട്ടിയപ്പ ആ ആറാബിയായ മനുഷ്യരെ നോക്കുമ്പോ ആ ആറാബിയായ മനുഷ്യ ആ യുദ്ധത്തിൽ മരണപ്പെട്ടതായിട്ടിക്കറ് നമുക്ക് ചരിത്രത്തിൽ കണ്ടേ. അയാൾ മരിച്ചിട്ടുണ്ട്. സഹാബിരങ്ങ് അയാൾ എടുത്തോട്ടെ ബണ്ടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട കൂട്ടിയ ബണ്ടാറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എದುർಲು വെച്ചപ്പ അയാളുടെ അയാൾ ചൊന്നതായ ആ കൽത്ര ഭാഗത്തിಗೆ അയാളുടെ ആ ഒരു ബില്ലുബാണ് ശത്രുമാരുടെ ബില്ലുബാണ് തറച്ചതായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണ്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറ അഹു ഇത് അയാളേമാ ആ നുപ്പാടെ ചൊന്ന മനുഷ്യമേമാ? അപ്പൊ സഹാബിരങ്ങ് ചൊന്നാർ നഅം അതേ നബിയെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ സദഖല്ലാഹു ഫസദഖഹു, അയാള് അള്ളാഹുവിനെ സത്യപ്പെടുത്തിട്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളിലും സത്യപ്പെടുത്തിട്ടുണ്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെങ്കിൽ അയാള് ആ ഒരു ഇഖ്ലാസോട് കൂടിയിട്ടിക്കറ് അത് ചൊന്നരെ ആ ഇഖ്ലാസ് കാരണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഷഹീദിന്റെ മൗത്ത് കൊടുത്തുണ്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. പിന്നെ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ കാണും തുമ്മ കഫനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജുബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജുബ്ബലേറ്റിക്കറ അയാളെ കഫനാക്കി. തുമ്മ ഖദ്ദമഹു ഫസല്ല അലൈഹി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് ഫകാന ഫീമാ ളഹറ മിൻ സ്വലാത്തിഹി അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലാഹുവേ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ, ഇതാ ഈ നിന്റെ അടിമ ഹിജ്റായിട്ട് ഇതാ ഹിജ്റാക്കിയിട്ട് നിന്റെ മാർഗത്തില് വന്നിറ്. ഫഖുത്തില ഷഹീദൻ, ഈ മനുഷ്യ ഷഹീദായിട്ട് അന ഷഹീദുൻ അലാ ദാലിക, അതുക്ക് ഞാൻ സാക്ഷിയായിട്ടിക്കറ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് വേണ്ടിയിട്ട് ദ്വാർക്കൃതയിട്ടിക്കറ നമുക്ക് കാണി. സുബ്ഹാനല്ലാഹ്, ഇത് ഞങ്ങൾ പഠിക്കണായി ഈ ഒരു ഖൈബർ യുദ്ധത്തിൽ നടന്നതായി ചരിത്രത്തിൽ പഠിക്കണായി ഒരു ചരിത്രം ഇട്ടിക്കറ്. അയാളുടെ ഇഖ്ലാസ് അള്ളാഹു കൊടുത്ത പ്രതിഫലം ഇട്ടിക്കറത്. ആത്മാർത്ഥത ഉണ്ടാ, നമുക്ക് ഇഖ്ലാസ് ഉണ്ടാ, ഞങ്ങളെ ജീവനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഞങ്ങളെ ഉദ്ദേശത്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരണ തണ്ട. ഞങ്ങൾ ഇഖ്ലാസിൽ ഞങ്ങൾ ദുആർന്നിട്ടായെങ്കിൽ അത് ദീനിക്ക് വേണ്ടിയിട്ട് നാ ഷഹീദാവണം ചൊന്തോ അല്ലെങ്കിൽ ദീനിക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കുകയായിട്ട് എന്തെങ്കിലും ഒരു ഇഖ്ലാസിന്റെ വിഷയത്തിൽ ഇഖ്ലാസോട് കൂടി ഞങ്ങൾ അള്ളാഹുനോട് ദുആർന്നിട്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ കബൂലാക്കറ ചൊല്ലതുകൊള്ളേ ഒരു സംഭവമായിട്ടിക്കറ് ഈ ഖൈബർ യുദ്ധത്തിൽ നടന്നതായ ഈ ഒരു സന്ദർഭം, ഈ ഒരു സംഭവം ചൊല്ലി നാം മനസ്സിലാക്കുക. അതേപോലെ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന പോലെ ഖൈബർ യുദ്ധ അങ്ങനെ ലാസ്റ്റ് ഖൈബർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചാറ്. അവിടുള്ള യഹൂദിമാരുടെ നടുലു കരാറാവു. അങ്ങനെ ഖൈബർ മുസ്ലിമീങ്ങളെ ആ ഒരു വിജയ കിട്ടിട്ട് അങ്ങ് സന്തോളിക്കാറ്. അത് മാത്രമല്ല യഹൂദിമാരൊട്ടിയുള്ള കരാർ എന്തൊരു അങ്ങാക്കരെ കൃഷിയിൽ നിന്നുള്ള ഒരു ഓഹരി പാതി സമ്പത്ത് അത് മദീനത്തുക്ക് കൊടുത്തു കടത്തണം ചൊല്ലതും, അതേപോലെ ഖൈബർ യുദ്ധത്തിൽ ചൊമ്മ ഗനീമത്ത് മുസ്ലിമുകൾക്ക് കിട്ടിയത് ചൊല്ലതും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിക്കറ്. അത് കാരണത്തിലേത്തിക്കറ് ഖൈബർ യുദ്ധ കഴിഞ്ഞേൽ പിന്നെ മുസ്ലിമീങ്ങളെ പട്ടിണി കുറഞ്ഞു പോയിട്ട് അത്രത്തോളം പട്ടിണിലും പ്രയാസത്തിലും നിന്നെ മുസ്ലിമീങ്ങ ഖൈബർ യുദ്ധ ആയതോടു കൂടിയിട്ട് പിന്നെ മുസ്ലിമീങ്ങളെ പട്ടിണി അതേപോലെ കഷ്ട ഇതെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടായിത്തിക്കറ നമുക്ക് സഹാബിരങ്ങളെ പൽക്കത്തിൽ കാണാൻ സാധ്യത. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്றது കാണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലെ മാ ശബിഅന ഹത്താ ഫതഅന ഖൈബർ, ഖൈബർ യുദ്ധ വിജയിക്കരോടത്തോളു
ഞങ്ങൾ പട്ടിണിയിൽ ഇന്ന ഹൈബർ യുദ്ധ ആയിൽ പിന്നെ അത് വിജയിച്ചിട്ടായി പിന്നെ തിക്കുന്ന ഞങ്ങൾ ബയർന്ന് വെച്ചിട്ട് തിന്നുക സ്റ്റാർട്ട് ആക്കിയ ചൊന്തു ഇബ്നു ഉമർ റളിയല്ലാഹു ചൊല്றது നമുക്ക് കാണാൻ സാധ്യം. അതേപോലെ ആയിഷ റളിയല്ലാഹു ചൊല്ലു ലമ്മ ഫുതിഹത് ഖൈബറു ഖുൽനാ അൽആന നശ്ബഉ മിനത് തമർ. ഖൈബർ യുദ്ധ വിജയിച്ചതിൽ പിന്നെ തിക്കുന്ന ഞങ്ങൾ ചൊല്ലുക സ്റ്റാർട്ട് ആക്കി ഇനി ഞങ്ങൾക്ക് എന്താക്ക ബയർന്ന് വെച്ചിട്ട് ഈത്ത പോലെ തിന്നാ ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലതും നമുക്ക് കാണാം. അപ്പൊ ഖൈബർ യുദ്ധ അതൊരു ಖಾಲಿ ഒരു വിജയം മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ സുഖ സൗകര്യത്തിലും അതേപോലെ അങ്ങനെ പട്ടിണി ഇല്ലാണ്ടാക്കിയതായ ഒരു സന്ദർഭം തിന്തു ചൊല്ലതും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അത് കഴിഞ്ഞിട്ട് ഖൈബർ യുദ്ധ കഴിഞ്ഞിട്ട് മുസ്ലിമീങ്ങ മദീനത്തേക്ക് പോയാൽ പിന്നെ മുഹാജിർമാര് അൻസാർമാരെ തോട്ടെടുത്താക്കുന്ന റിട്ടേൺ കൊടുക്കാറ്. മുഹാജിർമാര് മക്കത്തെ ഹിജറ വന്നങ്ങ അങ്ക് അൻസാർമാർ എന്താക്കുന്നാറ് അങ്ങനെ തോട്ടത്തെ ഒരു ഭാഗ അങ്ക് കൊടുത്തുన్నారు, മുഹാജിർമാർക്ക് കൊടുത്തുన్నారు. നിങ്ങ ഇത് പിടിക്കറു, അതേപോലെ നിങ്ങ ഇതിൽ കച്ചവടാക്കറു, ഇതിൽ നിങ്ങ കൃഷി ആക്കറു ചൊന്തും അൻസാർമാർ മുഹാജിർമാർക്ക് കൊടുത്തു തിന്നാറ്. അങ്ങനെ ഖൈബർ യുദ്ധ വന്നിട്ട് ഖൈബർ യുദ്ധ ആയിട്ട് അങ്ങനെ റിട്ടേൺ വന്നതിൽ പിന്നെ മുഹാജിർമാർ എന്താക്കിയാറ് അൻസാർമാർക്ക് അതില് റിട്ടേൺ കൊടുത്താറ്. ഇനി നമുക്ക് വേണ്ട, ഇനി നമുക്ക് ഖൈബറെ എന്താ പണ്ട് ഖൈബറെ ആ ഒരു കൃഷിയിൽ നിന്നുണ്ടായതായ പ്രതിഫല നമുക്ക് കിട്ടല്ലേ, അതേപോലെ അതിൽ കിട്ടിയതായ ആ ഒരു സമ്പത്ത് ആ ഗനിമത്ത് സ്വത്ത് അങ്കൊരു വലിയൊരു ലാഭ ഇത്ത് ചൊല്ലതായിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധ്യം. അതേപോലെ ഖൈബർ വിജയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോല ആയി തിന്നെങ്കും ആ ഖൈബർ യുദ്ധത്തൊട്ടിಗೆ പിന്നൊരു സന്തോല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയതും നമുക്ക് ചരിത്രത്തിൽ കാണും. അതെ, ഖൈബർ യുദ്ധത്തൊട്ടിಗೆ പിന്നൊരു സന്തോല പിന്നൊരു ಖುಷಿ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಆಯದೆಂದರೆ ನಜ್ಜಾಶಿ ರಾಜ ಅವರೊಟ್ಟಿಗೆ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಲೆಟರ್ ಕಟ್ತಿದ್ದಂದ್ರೆ ജാഫർ ഇബ്നു അബി ത്വാലിബും അതേപോലെ ആ ഹബിസീനത്തേക്ക് ഹിജ്റ പോയ സഹാബിരങ്ങളെ റിട്ടേൺ കടത്തോണം ചൊന്തുള്ള ലെറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി രാജാവുಗೂ കൊടുത്തു തിಂತ ಅದು ಎಲ್ದಿ ತಿಂತು. ಅದು ನಂಗ കഴിഞ്ഞ ಕ್ಲಾಸ್ ಅಲ್ಲ ಅದಕ್ಕೆ ಮೊದಲത്തെ ಕ್ಲಾಸ್ ನಂಗ ರಾಜಾക്കന്മാർക്ക് ലെറ്റർ എഴുതി ചരിത്ര ചൊല്ലറവിടെ ഞങ്ങൾ ചൊന്തിന്ന. അപ്പൊ അതില് ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ അതേപോലെ അങ്ങനെ നിങ്ങൾ കടത്തോണം ചൊന്തു ആ ചൊന്നത് നജ്ജാശി രാജാവ് എന്താക്കറ് അബിസീനിയയിൽ നിന്ന് സഹാബിരങ്ങളെ കടത്തറ്. അപ്പൊ ഈ ഖൈബർ യുദ്ധ വിജയിച്ചിട്ടായിട്ടിക്കറ് സന്ദർഭത്തിലായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കറ് ഒരു വിഭാഗ ആൾമാര് ദൂരത്തിൽ ഇങ്ങനെ ബന്ധമുള്ളാർ. അങ്ങനെ ആ ദൂരത്തിൽ ഇങ്ങനെ ബന്ധത് മുട്ട എത്തിട്ട് നമ്മോത്തുകു അതാറൈത്തിന്ത് ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ಐತಿಂತ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ മക്കത്തില് പ്രയാസപ്പെട്ടിട്ടിരിക്കുന്ന സന്ദർഭത്തില്, അതായത് നുബുവത്ത് കിട്ടിട്ട് 5 വർഷമായി. ആ 5 വർഷത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 45 വർഷം ഇരിക്കുന്ന സന്ദർഭത്തില് ആ ഹബിസിക്ക് ഹിജ്റ പോയ ആൾമാറായിട്ടിന്നാറാറ് ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉറങ്ങാം. ആ സംഭവം മക്ക കാലഘട്ടത്തിൽ സംഭവ വിശദീകരിക്കലോടുള്ള ചൊന്നതാണ് അല്ലെ. ജാഫർ ഇബ്നു അബി ത്വാലിബിന്റെ നേതൃത്വത്തില് കൊറിയ സഹാബിരങ്ങ ഹബിസിക്ക് ഹിജ്റ പോയാറ്. മക്കത്തങ്ങ അത് കണ്ടിട്ട് അർസ ബന്ത് അങ്ങനെ എങ്ങനെ ആക്കിട്ടെങ്കും ഇപ്പറ കുട്ടിയെ പറഞ്ഞു ചൊല്ല ഉദ്ദേശത്തില് വലിയ വലിയ ഗിഫ്റ്റ് എല്ലാം കൊടുത്തോ എടുത്തോണ്ട് നജ്ജാശി രാജാവരെ മുട്ട കൊണ്ടാറ്. അങ്ങനെ ആയത്തര നജ്ജാശി രാജാവർ എന്താക്കാറങ്ങ ഇങ്ങ സമില്ല അങ്ങനെ ഇങ്ങനെ ഉണ്ടല്ല ചൊന്താമ്പത്തു അവിടെ ജാഫർ ഇബ്നു അബി ത്വാലിബ് വലിയൊരു സ്പീച്ച് ആക്കുന്നതും എല്ലാം ഞങ്ങൾ ചരിത്രത്തിൽ വിശദീകരിച്ചതായിട്ട്. അപ്പൊ അങ്ങനെ നബിയുടെ 45-ാമത്തെ വർഷത്തില് ആ ഹിജ്റ പോയ ആൾമാര് പിന്നെ റിട്ടേൺ മദീനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടറപ്പ 15 വർഷം കഴിഞ്ഞിട്ടായി പിന്നെ എത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ 50 വർഷം. ആ 50 വർഷം ഖൈബർ യുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60 വർഷം. ആ 60 വർഷത്തില് ഖൈബർ യുദ്ധത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചിട്ടിക്കുന്ന സന്ദർഭത്തിലിട്ടിക്കറ് ജാഫർ ഇബ്നു അബി ത്വാലിബും ആൾമാറും അവിടെ ആ അബിസീനത്തേക്ക് ഹിജ്റ പോയ ആൾമാര് റിട്ടേൺ മദീനത്തേക്ക് ബണ്ടി. ആ അവിടെ ഖൈബറിലിക്കുന്ന സന്ദർഭത്തിൽ ഖൈബറെ അവിടേക്ക് ബണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോക്കിയിട്ട് ഭയങ്കര ഖുശിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എന്താക്കര് ഹദീസിൽ കണ്ടു ഫഖബ്ബല റസൂലു ബൈന ഐനൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ ഇബ്നു താലിബിനെ രണ്ട് കണ്ണുകൾ മുത്തുറു. വഖാല അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ മാ അദ്രി ബി അയ്യിഹിമാ അന ഉസറു. ഞാൻ ഏത് വിഷയത്തിലേക്ക് ഖുശിയാക്കട്ട് ബിഫത്ഹി ഖൈബർ അം ബിഖുദൂമി ജാഫർ.
ஹைபர் யுத்தத்தை விஜயிச்சதா அல்ல ஜாஃபர் பண்ணதா நான் ஏதுல கொசியாக்கட்டு சொந்த ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றது അവിടെ വെച്ച് சொல்றது നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യം. ജാഫർ റളിയല്ലാഹു അൻഹു ജാഫർ റളിയല്ലാഹു അൻഹു ആൽമാർ അങ്ങ ഹൈബർഗ് ಬಂದಿದ್ದಿಲ್ಲ ನಾ ಖುಷಿಯಾಕಟ್ಟ ಅದಲ್ಲ ഹൈബർ വിജയിച്ചതിൽ നാ ಖುಷಿಯಾಕಟ್ಟ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ചൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ അങ്കും ഹൈബറിൽ കിട്ടിയ ഗനീമത്ത് സ്വത്തു എന്താക്കറ ഒരു ഓഹരി അങ്കും കൊടുക്കുരു ചൊല്ലതൈത്തിക്കറ് നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യം. അതേപോലെ ആ ബന്ധങ്ങളുടെ കൂട്ടത്തില് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു മിന്ത് ജാഫർ ഇബ്നു താലിബ് ആ അബസീനിയത്തെ ബന്ധ ആൽമാരുടെ കൂട്ടത്തിൽ ആറു മിന്ത് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അയാൾ ആക്ച്വലി യമനിലിരുന്ന ആളായിട്ടേക്ക് യമനിലിരുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മദീനത്തിക്ക് ഹിജറ പണ്ട സന്ദർഭത്തില് അയാളോടിന്ത് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു യമനിലിരുത്ത് ആ യമനിലിരുന്ന് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു മദീനത്തിക്ക് ഹിജറ പണ്ടേ ടൈമില് അയാൾ കപ്പലുക്ക് പറ്റിട്ടാമത്തു കപ്പൽ എവിടെ പോയിട്ട് ലാസ്റ്റിക്ക് ഹബഷീനിയത്തിക്ക് പോയിട്ട് എത്തിത്ത്. അത് നമുക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ആക്കുന്ന ഹദീസില് കാണാൻ സാധ്യമാണ്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചൊല്ലറെ എന്ത് ബലഗനാ മഖ്റജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ബിൽ യമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മദീനത്തിക്ക് ഹിജറ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ യമനിലിരുന്ന فخرجنا مهاجرين إليه وأنا أخوان لي أنا أصغرهم أحدهم أبو بردة والآخر أبو رحم. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചൊല്ലറെ ഞങ്ങൾ എന്താക്കിയ യമൻറെ മദീനത്തിക്ക് ഹിജറ പർത്തായ ആറല്ല നാണ് അബൂ ബുർദ അതേപോലെ അബൂ റുഹും ഇങ്ങനെ ഞങ്ങൾ മൂന്നാളും അവിടെ ഹിജറ ഭർത്ത യമൻറെ മദീനത്ത് കയറ്റിക്ക് ഹിജറ പോണ ഭർത്ത അവിടെ അങ്ങനെ കപ്പൽക്ക് പറ്റിയ കപ്പലിൽ എത്ര ആൾ ഇന്നാറ് 53 ഉണ്ടും അഭിപ്രായം ഉണ്ടു. അതേപോലെ 52 ആൾമാരുണ്ട്. അങ്ങനെ 50 ചില്ലറ ആൾമാർ ഞങ്ങൾ എന്താക്കിയ കപ്പൽക്ക് പറ്റിയ അങ്ങനെ ഫറക്കിബ്നാ സഫീനത ഫഅൽതഖ്നാ സഫീനത ഇല നജ്ജാശി ബിൽ ഹബ്ശ. ഈ കപ്പൽ പോയിട്ട് എത്തിയോടെ ഹബ്ശത്ത് കയറ്റി മദീനത്തിക്കിട്ട് പുറത്തായങ്ങ പോയിട്ട് എത്തിയത് ഹബ്ശ എത്തി. കാരണം മുന്നത്തെ കപ്പൽ ചൊല്ലത് ഇന്നത്തെ പോലെ മിഷനിൽ പോണ്ടതായ കപ്പലല്ല. മുന്നോല് പായ കപ്പലായിട്ട് ഇക്കറി യൂസ് ആക്കി വരുന്നു അല്ലെ. ഒരു കാത്തടിച്ചെങ്കിൽ അത് എവിടെയോ കൊണ്ടുണ്ട് അങ്കേ ಗೊತ್ತಿಕ್ಕಿಲ್ಲ. അപ്പൊ അത് അങ്ങനെന്താക്ര ആയത്തര അതിരെ അപ്പറിപ്പറ തിരിക്കൊക്കെ നോക്കാറ്. ബട്ട് കാത്തടിக்கிறവിടെ കേട്ടിക്കറ് ഈ കപ്പൽ എന്താ അവിടെ സഞ്ചരിക്കറ് ഇന്ത്യത്തിക്കറ് മിഷനിലുള്ള എന്താ പറയുക കപ്പൽ പോണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ വലിയൊരു നിഅമത്തേറ്റിക്കറ് ഉണ്ട്. മുതലത്തെ കാലഘട്ടത്തെ സഫർ ചൊന്നെങ്കിൽ ചില്ലറ എന്തൊരു കഷ്ടം അല്ല, ഭയങ്കര വലിയ കഷ്ടം. ഒരു കപ്പലിക്ക് പറ്റിയെങ്കിൽ അത് അങ്ങ് ഉദ്ദേശിച്ച ജാഗയ്ക്ക് പോയിട്ട് എത്തിയെങ്കിൽ എത്തിത്ത് അത് എത്തിയെങ്കിൽ എത്രമാ വലിയ നസീബ് അല്ലെ. അങ്ങനത്തെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ നിഅമത്ത് പ്രകാര എന്തൊരു ഞങ്ങളെ യാത്രയുടെ സുലാഭാക്കി തന്നത്, ഫ്ലൈറ്റും അതേപോലെ ബാക്കിന്റെ വാഹനം തന്നത്. അത് വലിയൊരു നിഅമത്തേറ്റിക്കുന്നത്. അങ്ങ് എപ്പം അള്ളാഹു ശുക്രാക്കനായ ഒരു കാര്യേറ്റിക്കുന്നത്. അപ്പൊ ഏതായെങ്കിലും ഇങ്ങ മദീനത്തിക്ക് ചൊന്ത് ഉദ്ദേശിച്ചു പോയങ്ങ പോയിട്ട് എത്തിയോടേക്ക് ഹബശ് കയറ്റിക്ക്. അങ്ങനെ അവിടെ എന്തായിട്ട് ഹബശ് കിരിഞ്ഞാറാകുമ്പോ അവിടെ ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയാറ്. അപ്പൊ ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊന്തു എന്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഊടെ കടത്തിരി. അപ്പൊ ഞങ്ങളൊട്ടിക്ക് ഊടെ നിൽക്കുകയായിട്ട് നബി എന്താക്കിയത് ഞങ്ങൾക്ക് പെർമിഷൻ തന്നിരുന്നു. അങ്ങനെ നിങ്ങളും എന്താക്കൂ ഞങ്ങളൊട്ടി ഇക്കുറു ചൊന്തു. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊന്തു. അങ്ങനെ ഫഅഖംനാ മഅഹു ഹത്താ ഖദിംനാ ജമിഅൻ. അങ്ങനെ ഇത്തിക്കറ് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഹബസിലെ എന്താ അവിടെ പിന്നെ ദയിക്കിരി എവിടുത്തോളൂ. പിന്നെ ഖൈബർഗ് അങ്ങ എല്ലാരും ഒട്ടിಗೆ റിട്ടേൺ ಬಂದೋಡ್ತೋಳು. അപ്പൊ ഇത് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചൊല്ലறது നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യം. അത് മാത്രമല്ല ഹബശീനത്തെ ഹിജ്റ വന്നങ്ങ ഹബശീനത്തെ മദീനത്തിക്ക് ഹിജ്റ വന്ന ആൾമാർ അങ്ങനെ നോക്കിയിട്ട് ഈ മുഹാജിറായി മക്കത്തെ മദീനത്തിക്ക് ಬಂದಂಗ ചൊന്നു ഇന്നാറ് നിങ്ങളാട്ടി മുന്നോള് ഹിജ്റ ഞങ്ങ ಬಂದ್ರಿ അങ്ങ പരസ്പരം എന്താക്കി ഇന്നാറ് അങ്ങനെ ഇതയ നിങ്ങളാട്ടി മുന്നോളു ഞങ്ങ ಬಂದ್ರಿ മക്കത്തെ മദീനത്തിക്ക് ഹിജ്റ വന്നങ്ങ ഹബശിരെ മദീനത്തിക്ക് ഹിജ്റ വന്നങ്ങളൊട്ടിಗೆ ചൊന്നു ഇന്നെಂದ್ರೆ നിങ്ങളാട്ടി മുന്നോളു ഞങ്ങ ಬಂದು ಇನ್ನೇನ್. അത് നമുക്ക് ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലறது നമുക്ക് കാണും. ഉമർ റളിയല്ലാഹു അൻഹു അസ്മാ റളിയല്ലാഹു അൻഹു ഔത്തുകൊണ്ട്
ಅಲ್ಲ ಸಾರಿ ಹಫ್ಸಾರ್ ಅಲ್ಲಿ ಅಲ್ಲಾಹ್ ನೋಡ ಉಮರ್ ಅಲ್ಲಿ ಅಲ್ಲಾಹ್ ಮೂಲು ഹഫ്സാർ അലി അള്ളാഹുനോട് ഒത്തുകയറ്റിക്ക് പോണ്ടി. അപ്പൊ ഹഫ്സാർ അലി അള്ളാഹുനോട് മുട്ട ആറുണ്ട്, അസ്മാർ അലി അള്ളാഹുനുണ്ട്. അസ്മാർ അലി അള്ളാഹുന ആറ് ജാഫർ ഇബ്ൻ അബി താലിബ് അലി അള്ളാഹുന്റെ പെഞ്ഞായി. അപ്പൊ അസ്മാർ അലി അള്ളാഹുന അവിടെ അപ്പൊ ഉമർ അലി അള്ളാഹുനു അഫ്സാർ അലി അള്ളാഹുനോട് കേക്കரு മൻഹാലി ഇതാറ്. അപ്പൊ ഹഫ്സാർ അലി അള്ളാഹു ചൊല്ലു ഇത് അസ്മാ ബിൻ തുമൈസ് എത്തിക്കും. അപ്പൊ ഉമർ അലി നമുക്ക് ഹബ്ഷി യഹാദി ആ ഹബ്ഷിറെ ഹിജ്റ വന്ന അങ്ങമ ഐമമ. അപ്പൊ ഫഖാലത്ത് അസ്മ ചൊല്ലു നഅം അതെ. അപ്പൊ ഉമർ അലി നമുക്ക് ചൊല്ലു സബഖ്നാകും ബിൽ ഹിജ്റ, നിങ്ങളാಂಟಿ ಬೇಗ ഹിജ്റ ಬಂದಂಗ ನಂಗ, അതായത് നിങ്ങളാಂಟಿ ಮೊದಲು ನಂಗ ഹിജ്റ ಬಂದ್ರ ನಂക്ക് തെല്ലെന്തുണ്ട് തെല്ല് ഇതുണ്ട്, ನಂക്ക് തെല്ല് പ്രശംസ ಯಾರುಂಡು ಶ್ರೇಷ್ಠತೆ ಯಾರುಂಡು ಚೊಲ್ಲು ಆ ഒരു നിലക്കൈറ്റിക്ക് ഉമർ അലി നമുക്ക് ചൊല്ലു ഫനഹ്നു അഹഖു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാಂಟಿ ಯಾರು ಮುಟ್ಟ ರಸೂಲೊಟ್ಟಿಗೆ ನಂಗ ಇಟ್ಟಿಕ್ಕಿರಿ. ಫಗಾಲಿಬತ್ ಅಪ್ಪ ಅಸ್ಮಾರ್ ಅಲ್ಲಾಹು ಅನ್ಹ ಗರ್ಸಬತ್. ಅಸ್ಮಾರ್ ಅಲ್ಲಾಹು ಚೊಲ್ಲು ಕದಬತ ಯಾ ಮುಆದ್, ಉಮರ ನೀ ಕಲವು ಚೊನ್ನೆ. ವಲ್ಲಾಹಿ ಕುಂತುಂ ಮಾ ರಸೂಲಿಲ್ಲಾಹಿ ಸ್ವಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಯುತ್ಇಮು ಜಾಯಿಕುಂ, ಅಲ್ಲಾಹು ಇತ್ತಿಕ್ಕಿರ ಸತ್ಯ, ನಿಂಗ ಪೈಚಪ್ಪ ನಿಂಗ ನೆಬಿರೊಟ್ಟಿಗೆ ಇನ್ನಾರು, ನೆಬಿರೊಟ್ಟಿಗೆ ತಿಂಡಾರು. ವಯಇದು ಜಾಹಿಲುಕುಂ, ನಿಂക്ക് വിവരമില്ലാത്തത് നിങ്ങൾ എന്താക്കിയത് നബിറൊട്ടിಗೆ തെച്ചിട്ട് പഠിച്ചാറ്. അയങ്ക വക്കുന്ന ഫി ദാരിൻ ഔ ഫി അർളിൻ അൽ ബുഅദ അൽ ബുഗ്ദാ ഫിൽ ഹബ്ശ, ഞങ്ങ അങ്ങനല്ല, ഞങ്ങൾ എത്രമാ ദൂരത്തിൽ നിന്നങ്ങ, അതേപോലെ എത്രമാ കഷ്ടബന്ധങ്ങ, എത്രമാ പട്ട പൈച്ച് തെച്ചങ്ങ. വദാലിക ഫില്ലാഹി വഫി റസൂലി, അത് ആർക്ക് വേണ്ടിട്ട്? അള്ളാഹുക്കും റസൂലുക്കും വേണ്ടിട്ട് എത്തിക്കുന്നത്. അത് കേട്ടു വൈമല്ലാഹ്, അള്ളാഹു എത്തിക്കുന്ന സത്യം. ലാ ഉത്ഇമു തആമൻ വലാ അശ്റബ ശറാബൻ, നാ ഇനി ഫുഡ് തിന്നില്ല, നാ ഇനി കുടിക്കില്ല. ഹത്താ അദ്കുറ മാ ഖുൽത ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ ചൊന്നത് നാണ് നബിറൊട്ടിಗೆ ചൊല്ലാണ്ടെ നാ ഇനി എന്തും കുടിക്കില്ല, എന്തും തിന്നില്ല. ನಾನು ಇದು പോയിട്ട് ഞാൻ എന്താക്കില്ല നബിറൊട്ടിಗೆ ചൊല്றேன். അതായത് ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളാಂಟಿ ಮೊದಲು ഹിജ്റ ನಂಗ ಬಂದ್ರೆ ಚೊಂತು ചൊന്നത് ನಾನು ಇದು പോയിട്ട് എന്താക്കില്ല നബിറൊട്ടിಗೆ ചൊല്றேன். അങ്ങനെ അസ്മാർ റളിയല്ലാഹു അൻഹു പോയിട്ട് എന്താക്കിತ್ತು നബിറൊട്ടിಗೆ ചൊന്തു. അങ്ങനെ നബിറൊട്ടിಗೆ ചൊന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചൊല്றேன், ലൈസ ബി അഹഖി ബി മിൻകും, ഇല്ല നിങ്ങളെക്കാണ് ഹക്ക് അങ്കില്ല, അതായത് നണ്ടൊട്ടിಗೆ ಯಾರು ಮುಟ್ಟಿಲ್ಲ എന്ന് നിങ്ങൾ ഇട്ടിക്கிறார். വലവുലി അസ്ഹാബി ഹിജ്റത്തുൻ വാഹിദ, കാരണം എന്താ വെച്ചെങ്കിൽ മക്കത്തെ മദീനത്തിಗೆ ഹിജ്റ വന്നങ്ങ അങ്ക് ഒരേ ഹിജ്റ ഇട്ടിക്കൂല്ലേ. വലക്കും അൻതും അഹ്ലു സഫീന, ഏ കപ്പലുള്ള ആൾമാര നിങ്ങ ഹിജ്റത്താനി, നിങ്ങൾക്ക് രണ്ട് ഹിജ്റ ഇട്ടിക്കറ്, രണ്ട് ഹിജ്റയുടെ കൂലി ഇട്ടിക്കൂല്ലേ. കാരണം ഒന്നു മക്കത്തെ ഹബ്ഷീനത്തേക്ക് പോയത്, പിന്നൊന്നു ഹബ്ഷിറെ മദീനത്തേക്ക് ಬಂದದ್ದು. അങ്ങനെ രണ്ട് ഹിജ്റയുടെ കൂലി നിങ്ങൾ കൊണ്ടു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹബ്ഷീനത്തേക്ക് ಬಂದ ആൾമാരുടെ ശ്രേഷ്ഠത്തെ ಯಾರಾಕಿ ചൊല്றதை ഇട്ടിക്കറ് ഞങ്ങൾക്ക് കാണി. പിന്നെ അസ്മാർ റളിയല്ലാഹു അൻഹു ചൊല്ற, പിന്നെ ഞങ്ങ ഈ നണ്ടൊട്ടിಗೆ ഹബ്ഷീനത്തിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ ಬಂದ ആൾമാർ ഓരോരുത്ത ಬಂದು ಇన్నారు ಈ ಹದೀಸ್ ನನ್ನೊಟ್ಟಿಗೆ ಕೇಕೋಗು ಎಂದಿಗೆ ಅಂಕಿ ಈ ಹದೀಸ್ ಕೇಕೋಗು ಯಾರ ಕೊಸಿಯಾಯುಂಟಿಂತು. കാരണം നബിസല്ലല്ലാഹു ചൊന്ന പൽക്കെന്തരെ മാമിന ദുനിയ ശൈഉൻ ഹും ബിഹി അഫ്റഹു വലാ അഅലമു ഫി അൻഫുസിഹിം മിമ്മാ ഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബ്ഷീനത്തെ ഹിജ്റ ಬಂದങ്ങ ചൊന്നു ഇന്നെന്തരെ ചൊന്നെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചൊന്നದರക്കാன ಬೆಲ್ಲ ಖುಷಿ ನಂಗೆ ಬೇರೆ ಎಂದೂ ಇಲ್ಲ ಅಂತ. ಅದಕ್ಕೆ ಅಸ್ಮಾರ್ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേക്കുgu പിന്നും ഞങ്ങൾ എന്താക്കിന്ന പോയോണ്ടിന്ന ചൊന്തു ഞങ്ങൾക്ക് അതിൽ പിന്നത്തെ ബാക്കി ഭാഗത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധ്യം. അപ്പൊ അങ്ങ ഹബ്ഷീനത്തെ ಬಂದ ആൾമാർ അങ്ങ ശ്രേഷ്ഠത്തെ ഇന്ന ആൾമാറായിട്ട് ഇന്നാറ് ചൊല്ലതും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ ഇക്കുമ്പമേറ്റിക്കറ് ദൗസ് ഗോത്രത്തങ്ങ, യമനിൽ നിന്ന് ദൗസ് ഗോത്രത്തങ്ങ ബണ്ടി, യമനിൽ നിന്ന് ദൗസ് ഗോത്രത്തങ്ങ അല്ലെ. ദൗസ് ഗോത്രത്തങ്ങാറ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഗോത്ര ഇത്തിക്കുന്നത്. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അയാളുടെ ചൊന്ത ഇത്തിക്കുന്ന ഇടീ ദൗസ് ഗോത്ര ഇസ്ലാം സ്വീകരിക്കും. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിലിരിക്കുമ്പോ ഹിജ്റ ബണ്ടേക്ക് 3 വർഷം മുന്നോളൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മദീനത്ത് ഹിജ്റ ബണ്ടേക്ക് 3 വർഷം മുന്നോളൂ തുഫൈൽ ഇബ്നു അംർ എന്താക്കി തിന്ത് മക്കത്തേക്ക് പോയി തിന്ത്. അപ്പൊ തുഫൈൽ ഇബ്നു അംർ മക്കത്തേക്ക് പോയപ്പ മക്ക മുശ്രിക്കുമാർ തുഫൈൽ ഇബ്നു അംറൊಟ್ಟಿಗೆ ಚೊಂತಿದ್ದಾರೆ. ಅಂದ್ರೆ ಊಡರ್ತ ಮೊಹಮ್ಮದ್ ಅಂತುಲ್ಲ ಅವನ ಪಲ್ಕೆ ಕೇಕೋತೀರ, ಅವನು ಸಾಹಿರ ಇಟ್ಟಿಕ್ರ, ಅವನು ಅಂದ್ರೆ ಪಲ್ಕತ್ತು ಬೂಲ್ ಬಾಟ್ರವನ ಇಟ್ಟಿಕ್ರ, ಎಂದ ಅವನ ಪಲ್ಕೆ ಕೇಕೋತೀರ ಅಂತಲ್ಲ
ತುಫೈಲ್ ಇಬ್ನ್ ಆಮ್ರೊಟ್ಟಿಗೆ ಚೊಂತಿದ್ದಾರೆ. ಅಪ್ಪ ತುಫೈಲ್ ಇಬ್ನ್ ಆಮ್ರ್ ಎಂದಾಕಿ ತಿಂತು ಮನ್ಸಿಲ್ ಕರ್ದಿ ತಿಂತು ಎಂದ ಹೆಂಗು മുഹമ്മദ് പൽക്കനാ കേക്കില്ല. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാബത്തെ വിട്ട് നിസ്കരിച്ചു വയ്ക്കുന്ന സന്ദർഭത്തിൽ തുഫൈൽ ഇബ്ൻ ആംർ മുട്ട വന്ന് നിന്നിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഖുർആൻ ഇങ്ങനെ ഓതി വയ്ക്കുന്ന സന്ദർഭത്തിൽ ഈ ഓത്ത് കേട്ടിട്ട് അയാൾ ആകർഷണീയായി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൊട്ടിಗೆ പൽക്ക പറഞ്ഞിട്ടാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആയത്തെല്ലാം ഓതി കേപ്പാട്ടി കൊടുത്തപ്പോൾ അയാൾക്ക് അത് ആകർഷണീയായിട്ട് അവിടെ വെച്ചിട്ട് അയാൾ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ നബിയൊട്ടിಗೆ ചൊല്ലു, നബിയെ ನಾನು ರಿಟರ್ನ್ ಯಮನ್ಗೆ പോണ്ടേ, അവിടുള്ള ആൾമാർക്ക് ഞാൻ എന്താക്കി ഈ ഇസ്ലാമിന്റെ വിഷയം എത്തുപാട്ടി കൊടുക്കാൻ നിങ്ങൾ നക്ക് വേണ്ടിട്ട് ഒരു ദ്വാർക്കണു. അങ്ങ് എല്ലാവരും ഇസ്ലാം സ്വീകരിക്കുകയിട്ടും നിങ്ങൾ ദ്വാർക്കണു ചൊന്തു നബിരൊട്ടിಗೆ അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓക്കെ നീ പോയിട്ട് ദാവത്താക്ക്, അല്ലാഹുമ്മ ജഅല്ലഹു ആയ, അല്ലാഹുവേ ഇയാളുടെ നീ ഒരു ദൃഷ്ടാന്താക്ക് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് വേണ്ടി ദ്വാർത്തിട്ടുണ്ട്. അങ്ങനെ ഇട്ടിക്കർ ഖൈബർ യുദ്ധ വിജയിച്ചിട്ടിക്കർ ഈ ഒരു സന്ദർഭത്തില് തുഫൈൽ ഇബ്ൻ ആംർ 80 ಫ್ಯಾಮಿಲಿ കൂട്ടിയോണ്ടേ പണ്ടി യമൻറെ മദീനത്ത് ഇവിടെ ഖൈബർക്ക് 80 ಫ್ಯಾಮಿലിരെ തുഫൈൽ ഇബ്ൻ ആംർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിപ്പാട്ടിട്ട് അയാളുടെ കാരണത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചിട്ട് അങ്ങ് ഖൈബർക്ക് ബണ്ടതേറ്റിക്കർ നമുക്ക് ചരിത്രത്തിൽ കാണും. ആ കൂട്ടത്തിൽ ഇന്ന് ഒരാളേറ്റിക്കാറ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ദൗസ് ഗോത്രത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇന്ന് നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കാത്തങ്ങ് ഒരാളുമില്ല അല്ലെ. ഹദീസിന്റെ വിഷയം ഡിസ്കഷൻ ആക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞിട്ട് ഒരാൾക്കും ഹദീസിന്റെ വിഷയം ഡിസ്കഷൻ ആക്കാൻ സാധ്യമേ ഇല്ല. അത്രമാത്ര ഇസ്ലാമുക്ക് വേണ്ടി ഖിദ്മത്ത് എടുത്ത ഒരാളേറ്റിക്കർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹിജ്റ 7ാമത്തെ വർഷത്തിലേറ്റിക്കർ ഇസ്ലാം സ്വീകരിക്കരെ. ഇതേ ദൗസ് ഗോത്രത്തെ പെട്ട ആളേറ്റിക്കർ. അങ്ങനെ ഹിജ്റ 7ാമത്തെ വർഷത്തില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതും അതിൽ പിന്നെ ഇസ്ലാമുക്ക് വേണ്ടിയിട്ട് ഖിദ്മത്താക്കിയത് ഇട്ടിക്കർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തില് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. അപ്പൊ ഇതെല്ലാം ഖൈബർ യുദ്ധ ആയിട്ട് വിജയിച്ചിട്ട് അതിൽ പിന്നെ നടന്നതായ കൊറിയ സംഭവമായിട്ടിക്കര്. അങ്ങനെ ഖൈബർ യുദ്ധത്തെ പിന്നെ മുസ്ലിമീങ്ങൾ അവിടെ 3 നാൾ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരടല് സഫിയ റളിയല്ലാഹു അൻഹ മംഗിലൗർദു ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന. അങ്ങനെ അവിടെ പിന്നെ അങ്ങ് പറത്തയിട്ട് മദീനത്തേക്ക് പോകു പറത്തവിടെ സന്ദർഭത്തിലേറ്റിക്കര് ഒരു യഹൂദിയായ പെണ്ണ് ചതിയിലൂടെ വഞ്ചനാക്കിയിട്ട് കൊല്ലുകു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുകു പ്രയത്നാക്ക് അല്ലെ. അങ്ങനെ ഒരു ദാവത്ത് വിളിച്ചിട്ട് ഇറച്ചില് ബിസയിട്ട് കൊടുക്കുറതു. ആ സംഭവം ഞങ്ങൾ കേട്ടതായിട്ടിക്കര്. ഇൻഷാല്ല അതിലെ വിശദീകരണമായിട്ട് അതിലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അപ്പൊ ഇനി ആ ഒരു സംഭവത്ത് കേട്ടിക്കര് ഞങ്ങൾ പോണ്ടേ. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കുക ഇൻഷാല്ല. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അത് കൃത്യമായിട്ട് അറിയുകയും അതിൽ കിട്ടതായ പാഠത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ അലവടിസുകൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.